നാടൻ മുഷി എന്ന് പറയുന്ന ഒരു മുഷി പ്രാദേശികമായി വംശനാശം സംഭവിച്ച ഒരു ഇടമാണിത്. അന്നമനട, കുഴൂർ രണ്ട് പഞ്ചായത്തുകളിലായിട്ട് നാടൻ മൊഴി ഒരു കാലത്ത് സുലഭമായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. 1987 ഞാൻ ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കുമ്പോൾ അവിടെ മുഴി എന്ന് പറയുന്ന മീൻ അവിടെ എക്സിബിഷന് വേണ്ടി കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. ഇപ്പം ആ മീൻ ഇവിടെ ഇല്ല. കഴിഞ്ഞ 10 കൊല്ലത്തെ ഡാറ്റ വെച്ചിട്ട് ഞാനത് ഒരു ശാസ്ത്ര ലേഖനമായി പ്രസിദ്ധീകരിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട്. അതിന്റെ കാരണങ്ങൾ പലതാണ്. ഊത്തപിടുത്തം മാത്രമല്ല, ഒരു കാലത്ത് സമ്പന്നമായിരുന്ന നെൽപ്പാടങ്ങളുടെ വിസ്തൃതി കുറഞ്ഞതും കാരണമാകാം, അല്ലെങ്കിൽ ആഫ്രിക്കൻ മുഷി പോലുള്ള മുഷികൾ വന്നതും ഒരു കാരണമാകാം, വൻതോതിലുള്ള കീടനാശിനികളുടെ പ്രയോഗവും ഒരു കാരണമാകാം. പക്ഷെ അതിനകത്ത് ഊത്തപിടുത്തം എന്ന് പറയുന്നത് മുഖ്യമായ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കേരളത്തിലെ നെൽപ്പാടങ്ങൾ എന്ന് പറയുന്നത് ഒരു കാലത്ത് നെൽപ്പാടങ്ങളും നെൽപ്പാടങ്ങളോട് ചേർന്നുള്ള തോടുകളും കൈത്തോടുകളും അവയെ പുഴയുമായി ബന്ധിപ്പിക്കുന്ന തോടുകളും എല്ലാം തന്നെ ഒരു കാലത്ത് മത്സ്യങ്ങളാൽ സമ്പന്നമായിരുന്നു. 210 ഇനം മത്സ്യങ്ങൾ കേരളത്തിലുണ്ടല്ലോ. അതിൽ നല്ലൊരു ശതമാനം മത്സ്യങ്ങളും ലോലാൻഡ് അല്ലെങ്കിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ നെൽപ്പാടങ്ങളോട് ചേർന്ന് ജീവിക്കുന്നവയാണ്. അവ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെയും സുരക്ഷിതമാക്കിയിരുന്നു, ഒപ്പം തന്നെ അവ നമ്മുടെ ഭക്ഷ്യ സുരക്ഷയെയും ഉറപ്പാക്കിയിരുന്നു എന്നുള്ളതാണ്. ഈ മത്സ്യങ്ങളൊക്കെ തന്നെ പ്രജനനം നടത്തുന്നത് കൃത്യമായും കാലവർഷത്തെ മുൻനിർത്തിയാണ്. അതായത് കാലവർഷാരംഭത്തോടു കൂടിയാണ് ഇവയുടെ അണ്ടങ്ങൾ വികസിക്കുകയും അവ മുട്ടയിടുകയും ചെയ്യുക. ചെറിയ രീതിയിലുള്ള ചെറിയ ദൂരത്തേക്കുള്ള ഇവയുടെ ദേശാന്തര ഗമനങ്ങളുണ്ട്. അതായത് പുഴയിൽ നിന്നോ അല്ലെങ്കിൽ അവ വേനൽക്കാലത്ത് താമസിക്കുന്ന വേനൽക്കാല വസതികളിൽ നിന്നോ മത്സ്യങ്ങൾ നെൽപ്പാടങ്ങളിലേക്കോ അല്ലെങ്കിൽ വർഷക്കാലത്ത് വെള്ളം കയറി മുങ്ങുന്ന പ്രദേശങ്ങളിലേക്കോ, ഞാനതിന് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വാക്ക് ഫ്ലഡ് പ്ലെയിൻസ് എന്നാണ്, അത്തരം പ്രദേശങ്ങളിലേക്ക് മത്സ്യങ്ങൾ കയറുകയും ആ സമയത്ത് അവിടെ കയറി ആ വെള്ളത്തിൽ മുട്ടയിടുകയും അവയുടെ കുഞ്ഞുങ്ങൾ അവിടെ വിരിയുകയും ചെയ്യുന്നു. ഈ പ്രതിഭാസത്തെ പറയുന്ന പേരാണ് ഊത്ത. എന്നാണോ കാലവർഷം ആരംഭിക്കുന്നത്, അത് കഴിഞ്ഞ് കൊയ്ത്ത് കഴിഞ്ഞ നെൽപ്പാടങ്ങളിൽ എന്നാണോ വെള്ളമാകുന്നത്, ആ വെള്ളമാകുന്ന സമയത്ത് അവർ കൃത്യമായി മുട്ടയിടാനായിട്ട് ആരംഭിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവർ എല്ലാ മത്സ്യങ്ങൾക്കും ഒരു ദേശാന്തര ഗമനമുണ്ട്. ചില മത്സ്യങ്ങൾ ദേശാന്തര ഗമനം നടത്തുന്നത് ഭക്ഷണത്തിന് വേണ്ടിയാണെങ്കിൽ മറ്റു ചില കൂട്ടം മത്സ്യങ്ങൾ ദേശാന്തര ഗമനം നടത്തുന്നത് പ്രധാനമായിട്ടും അണ്ടവിക്ഷേപത്തിന് വേണ്ടിയിട്ടാണ്. ഇണചേരലിനും അണ്ടവിക്ഷേപത്തിനും ഒപ്പം തന്നെ അവയുടെ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്കും വേണ്ടിയിട്ടാണ്. ഇത് ഫ്രാൻസിസ് ഡേ 1875 അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ തന്നെ ഫിഷ് ആൻഡ് ഫിഷറീസ് ഓഫ് ഇന്ത്യയിൽ, ആ പുസ്തകത്തിലാണെന്ന് തോന്നുന്നു, അദ്ദേഹം കൃത്യമായി ഈ പ്രക്രിയയെ വിവരിക്കുന്നുണ്ട്. അദ്ദേഹം വിവരിക്കുന്ന ഒരു ഇംഗ്ലീഷുകാരനായതുകൊണ്ട് അദ്ദേഹം വിവരിക്കുന്ന രസകരമാണ്. ഇതേപോലെ മുട്ടയിടാനായിട്ട് കയറുന്ന മത്സ്യങ്ങൾക്ക് അവർക്ക് ലോസ് ദെയർ ടിമിഡിറ്റി എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഈ മത്സ്യങ്ങൾക്ക് അവരുടെ നാണം നഷ്ടപ്പെടുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. മനുഷ്യൻ കൃഷി കണ്ടുപിടിച്ചപ്പോൾ അതോടൊപ്പം ഞാൻ പറയുകയാണെങ്കിൽ അഡാപ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ താതാത്മ്യം പ്രാപിച്ചത് മത്സ്യങ്ങൾ കൂടിയാണ്. അവർ അവരുടെ മുട്ടയിടാനുള്ള ഇടങ്ങൾ കർഷകർ കൂടി ചേർന്നുണ്ടാക്കിയ നെൽപ്പാടങ്ങളിൽ കണ്ടെത്തിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിലും ഒക്കെ കർഷകർ മീൻപിടുത്തക്കാർ ഉപയോഗിക്കുന്ന മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന ഒരു ഉപകരണത്തിന്റെ പേരാണ് ഒത്തൽ അല്ലെങ്കിൽ ഒറ്റൽ എന്ന് നമ്മൾ പറയും. ഒറ്റൽ എന്ന വാക്ക് തമിഴിലെ ഒത്ത എന്ന വാക്കിൽ നിന്ന് വന്നതാണ്. നാഗപട്ടണം ജില്ലയിലാണ് ആ വാക്ക് പ്രചാരത്തിലുണ്ടായിരുന്നത്. അപ്പൊ ഒത്ത വെച്ച് മീൻ പിടിക്കുന്ന സമയത്തെയാണ് ഊത്തൽ എന്ന് പിന്നീട് നമ്മൾ പറയാൻ തുടങ്ങിയത്. പ്രജനന കാലത്ത് മത്സ്യങ്ങളുടെ പ്രജനന കേന്ദ്രങ്ങൾ തേടിയുള്ള യാത്രയിൽ അവരെ കൂട്ടത്തോടെ അണ്ടങ്ങളോടൊപ്പം പിടിക്കുന്ന ആ പ്രക്രിയക്ക് നമ്മൾ പറയുന്ന പേരാണ് ഊത്തപിടുത്തം അഥവാ ഊത്തൽ എന്ന് നമ്മൾ വാക്ക് ഉപയോഗിക്കുന്നത്. കോട്ടയം ജില്ലയിലൊക്കെ ഊത്ത ഇളക്കം എന്നാണ് പറയുക. അവരത് വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് അവിടെ തൂളി എന്ന് പറയുന്ന ഒരു മത്സ്യമുണ്ട്. ലേബിയോ ഡുസുമേരി എന്നാണ് ശാസ്ത്രനാമം. ട്രാവൻകൂർ ലേബിയോ എന്നൊക്കെ സാധാരണ ഇംഗ്ലീഷിൽ പറയും. അത് കൂട്ടത്തോടെ മുട്ടയിടാനായിട്ട് മുകളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും, ദേശാന്തരഗമനം നടത്തും. അതിനെ അവർ വിളിക്കുന്ന പേരാണ് ഊത്ത ഇളക്കം. ഊത്ത കയറുന്ന മത്സ്യങ്ങൾ മുട്ടയിടുകയും നെൽപ്പാടങ്ങളിൽ വിരിയുകയും അവയുടെ കുഞ്ഞുങ്ങൾ അവിടെ വളരുകയും
കാലവർഷം കഴിയുന്നതോടുകൂടി ഏതാണ്ട് മുണ്ടകം കൃഷി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പാടത്തെ വെള്ളം സാധാരണ തോടിലേക്ക് ഇറങ്ങാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ ഈ മത്സ്യക്കുഞ്ഞുങ്ങളും അതോടൊപ്പം ഇറങ്ങും. അതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് കുളിരിറക്കം എന്നൊരു വാക്ക് നമ്മുടെ കർഷകരുടെ ഭാഷയിൽ വ്യവഹാരത്തിൽ ഉണ്ടായിരുന്നു. മത്സ്യങ്ങൾ കുറഞ്ഞതുകൊണ്ടോ എന്തുകൊണ്ടോ കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തതുകൊണ്ടാണ് ആ വാക്ക് കർഷകന്റെ അല്ലെങ്കിൽ മത്സ്യ കർഷകരുടെ പദസഞ്ചയത്തിൽ നിന്നും അപ്രത്യക്ഷമായി പോയി. തൂളി, അതുപോലെ തന്നെ മഞ്ഞക്കൂരി, അതുപോലെ തന്നെ മുണ്ടോത്തിപ്പരൽ അല്ലെങ്കിൽ കുറുവപ്പരൽ, മുതുക്കി, മൂതാടി എന്നും പറയും, അതുപോലെ മാങ്കളാഞ്ചി, കാരി, കല്ലട, ഇത് ഒക്കെ താഴ്ന്ന വേനൽക്കാല വസതികളിൽ നിന്ന് കയറി വരുന്ന മത്സ്യങ്ങളാണ്. പുഴയിൽ നിന്ന് കയറി വരുന്നത് പ്രധാനമായിട്ടും മഞ്ഞക്കൂരി, തൂളി, മുണ്ടോത്തിപ്പരൽ തുടങ്ങിയവയാണ്. പഞ്ചായത്ത് തലത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ പള്ളത്തി എന്ന് പറയുന്ന ഒരു മീൻ ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. മുതുക്കി എന്ന് പറയുന്ന ഒരു മീനെ അപൂർവമായിട്ടേ കാണാൻ കഴിയുള്ളൂ. പഴുക്കാരൽ എന്ന് പറയുന്ന ഒരു ആരകനുണ്ട്. ആ ആരകൻ ഇതുപോലെ തന്നെ അപൂർവമായ ഒരു കാഴ്ചയാണ്. കോലാൻ പോലുള്ള മത്സ്യങ്ങൾ അതൊക്കെ അപൂർവതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മത്സ്യങ്ങളാണ്. അങ്ങനെ എത്ര മത്സ്യങ്ങളാണ് ഇല്ലാതായി പോകുന്നത്, നമ്മുടെ കൺമുമ്പിലൂടെ ഇല്ലാതായി പോകുന്നതെന്നറിയോ? മറ്റു കാരണങ്ങളോടൊപ്പം ശക്തമായ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഊത്തകാലത്തെ അല്ലെങ്കിൽ പ്രജനന കാലത്തെ മത്സ്യബന്ധനമാണ്. ഒരു കാലത്ത് ഞങ്ങളുടെ കാർഷിക സമൃദ്ധി എന്ന് പറയുന്നത് മത്സ്യങ്ങളെ കൂടി ചൂഴ്ന്നു നിൽക്കുന്നതായിരുന്നു. എന്ന് വെച്ചാൽ കർഷകന് ആവശ്യത്തിനുള്ള മത്സ്യം അവൻ കടയിൽ പോയി വാങ്ങണ്ട, അല്ലെങ്കിൽ വളർത്തു കേന്ദ്രങ്ങളിൽ പോയി വാങ്ങണ്ട, അവന്റെ പാടത്ത് അവിടെയുണ്ട്. ഇപ്പൊ ഞാനൊക്കെ അങ്ങനെ മത്സ്യങ്ങൾ പിടിച്ച് ജീവിച്ച ഒരാൾ കൂടിയാണ്. അപ്പോൾ 1000 മത്സ്യങ്ങൾ ഈ പറയുന്ന പുഴകളിൽ നിന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന വേനൽക്കാല വസതികളിൽ നിന്നോ ദേശാന്തരഗമനം നടത്തിയാൽ 1000 എണ്ണത്തിനും കയറാനുള്ള നെൽപ്പാടങ്ങളുണ്ട്. ഇനി അഥവാ ആരെങ്കിലും അതിനെ പിടിക്കുകയാണെങ്കിൽ തന്നെ, എന്തെങ്കിലും മറ്റ് കെണികൾ വെച്ചോ വലകൾ വെച്ചോ അല്ലെങ്കിൽ കൂടുകൾ വെച്ചോ പിടിക്കുകയാണെങ്കിൽ തന്നെ അവിടെ പിടിക്കപ്പെടാനുള്ള സാധ്യതകൾ എന്ന് പറയുന്നത് ഒരു 20-30% മാത്രമായിരുന്നു. ഇന്നത്തെ സ്ഥിതി അതല്ല. അതായത് നെൽപ്പാടങ്ങളുടെ വിസ്തൃതി കുറഞ്ഞു, നെൽപ്പാടങ്ങളെ പുഴകളുമായി ബന്ധിപ്പിക്കുന്ന പ്രജനന ദേശാന്തരഗമന പാതകൾ എന്നുകൂടി വിശേഷിപ്പിക്കുന്ന തോടുകളുടെ വിസ്തൃതി കുറഞ്ഞു, പലതും നികത്തപ്പെട്ടു. അതുപോലെ തന്നെ മത്സ്യം പിടിക്കാനുള്ള മത്സ്യബന്ധനോപകരണങ്ങളുടെ ശേഷിയും വ്യാപ്തിയും വർദ്ധിച്ചു. 100 മത്സ്യങ്ങൾ പുഴയിൽ നിന്നോ വേനൽക്കാല വസതികളിൽ നിന്നോ നെൽപ്പാടങ്ങളിലേക്ക് ദേശാന്തരഗമനം നടത്തുന്നു എന്ന് നിങ്ങൾ കരുതുക. അവയിൽ 80% തന്നെ കേഴുന്ന പാതകളിൽ അടിച്ചിലോ കൂടോ അല്ലെങ്കിൽ വലകളോ, പ്രത്യേകിച്ച് മോണോഫിലമെന്റസ് ഗിൽനെറ്റ് എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക് കൊണ്ടുള്ള നെറ്റുകൾ, അവയിലൊക്കെ പിടിക്കപ്പെടാനുള്ള സാധ്യത 80%. എന്ന് വെച്ചാൽ 100 മത്സ്യങ്ങളിൽ 80ഉം അവയുടെ പ്രജനന ദേശാന്തരഗമന പാതയിൽ തന്നെ പിടിക്കപ്പെടുന്നു. ശേഷിക്കുന്നത് 20 എണ്ണമാണ്. 20 എണ്ണം നെൽപ്പാടങ്ങളിലേക്ക് കയറിയാൽ അവിടെ തന്നെ വലകളുണ്ടാകും. നിങ്ങൾക്കിപ്പോൾ ഇതിന്റെ പിറകിൽ തന്നെ കാണാം, വലകളുണ്ടാകും, കൂടുകളുണ്ടാകും. ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മത്സ്യങ്ങൾക്ക് അവരുടെ നാണം നഷ്ടപ്പെട്ട, അതായത് നമ്മളെ കണ്ടാൽ ഭയം ഓടാത്തൊരു സ്ഥിതിയാണുള്ളത്. ആ സ്ഥിതിയിൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ അവയെല്ലാം വെട്ടിപ്പിടിക്കുകയോ കൈകൊണ്ട് പാരിയെടുക്കുകയോ ചെയ്യും. അതായത് 18% മത്സ്യങ്ങളും അങ്ങനെ പിടിക്കപ്പെടും. ശേഷിക്കുന്ന 2%. ഈ 2% വേണം കേരളത്തിലെ ശുദ്ധജല മത്സ്യം എന്ന് പറയുന്ന സമ്പത്തിനെ നിലനിർത്താൻ. എൻ്റെ ബാല്യത്തിൽ തന്നെ എനിക്ക് ഓർക്കാൻ കഴിയുന്നത്, അന്ന് മത്സ്യത്തിന് ആകെ ഉണ്ടായിരുന്ന ഭീഷണി എന്ന് പറയുന്നത് ഊത്തപിടുത്തം മാത്രമായിരിക്കും. അതായത് കീടനാശിനികളുടെ അമിത പ്രയോഗങ്ങളില്ല, നെൽപ്പാടങ്ങൾക്ക് ശോഷണങ്ങളില്ല, തോടുകളെല്ലാം തന്നെ ഭംഗിയായി കൃത്യമായി കർഷകർ പരിപാലിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മത്സ്യങ്ങൾക്ക് താമസിക്കാനൊരിടവും വംശവർദ്ധനവിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് നെൽപ്പാടങ്ങളുടെ വിസ്തൃതി കുറയുകയും നെൽപ്പാടങ്ങളും മറ്റ് തോടുകളും തമ്മിലുള്ള ബന്ധങ്ങൾ ഇല്ലാതാവുകയും, അതായത് പ്രജനന ദേശാന്തരഗമന പാതകൾ ഇല്ലാതാവുകയൊക്കെ ചെയ്തതാണ്. പിന്നീട് വ്യാപകമായ രീതിയിലുള്ള മത്സ്യബന്ധന രീതികൾ വികസിക്കുകയും ചെയ്തു.
ഉദാഹരണത്തിന് മോണോഫിലമെന്റസ് ഗിൽനെറ്റ് വന്നു. നിങ്ങൾ അവിടെ കെട്ടിക്കഴിഞ്ഞാൽ ഒരു പൊടിച്ചിയും പോലും ഇല്ലാണ്ട് എല്ലാ മീനുകളും അതിനകത്ത് പെടും. ഈ സമയത്ത് ഇലക്ട്രോക്യൂഷൻ വെച്ച് പിടിക്കുന്ന ആളുകളുമുണ്ട്. നമ്മൾ ഈ ചുട്ടുകൊല്ലുന്നത് ഗർഭിണികളെയാണെന്നുള്ളതാണ് ഏറ്റവും വലിയ ഭീകരമായ കാര്യം. അതായത് മത്സ്യങ്ങൾ മുട്ടയായി വരുന്ന സമയത്താണ് നമ്മൾ അതിനെ പിടിക്കുന്നതെന്ന് അർത്ഥം. ഈ മാത്രമല്ല, ചില അങ്ങാടികളിലും മത്സ്യങ്ങളുടെ മുട്ടകൾ മാത്രം വിൽക്കുന്ന അങ്ങാടികൾ വരെ ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചുകൂടി ഭയം ഉള്ളത് കൊണ്ട് അത് നിയന്ത്രിക്കപ്പെടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രജനന കാലങ്ങളിൽ മത്സ്യബന്ധനം നിരോധിച്ചിട്ടുള്ളതാണ്. കടൽ മത്സ്യങ്ങളിൽ അങ്ങനെ ഒരു നിരോധനം ഉണ്ടല്ലോ. പക്ഷെ ശുദ്ധജല മത്സ്യത്തിൽ അത്തരൊരു നിരോധനം, അതായത് പ്രജനന കാലത്ത് മത്സ്യങ്ങളെ വഴി തടഞ്ഞോ മറ്റു രീതിയിലോ പിടിക്കരുതെന്ന നിയമങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതിനെക്കുറിച്ച് പൊതുജനങ്ങൾ ബോധവാന്മാരായിരുന്നില്ല. അധികാരികളും അത്രയധികം ഇടപെടലുകൾ നടത്തിയിരുന്നില്ല. 2012 കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൽ അവരൊരു പഠനം നടത്തി. ഊത്തപിടുത്തം എന്നുള്ളതിനെ കുറിച്ചൊരു പഠനം നടത്തുകയും അവർ ഈ ഊത്തപിടുത്തം വ്യാപകമായ ദോഷങ്ങൾ ആഘാതങ്ങൾ മത്സ്യസമ്പത്തിനെ ഏൽപ്പിക്കുമെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കൂടുതൽ സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ പത്രങ്ങളും മാധ്യമങ്ങളും അത് ഏറ്റെടുക്കുകയും അതൊരു വ്യാപകമായ രീതിയിൽ അത്തരത്തിലുള്ള അത് കുറ്റകൃത്യമാണെന്നുള്ള രീതിയിൽ പ്രചരണം നടത്തുകയും പെട്ടെന്ന് തന്നെ അധികാരികൾ അതിനകത്ത് ശ്രദ്ധാലുക്കളാവുകയും അത്തരത്തിലുള്ള ഈ ഊത്തപിടുത്തം നിരോധിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാരിൻ്റെയും അധികാരിയുടെയും ഭാഗത്തുണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ചരിത്രം. 2012 ശേഷമാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഇത്തരം കാര്യങ്ങൾ ഒരു വാർത്തകളാവുന്നതും ജനങ്ങൾ ശ്രദ്ധിക്കുന്നതും. ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ കീഴിലുള്ള ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റികൾ അഥവാ ജൈവ വൈവിധ്യ പരിപാലന കമ്മിറ്റികൾ ഇത്തരത്തിലുള്ള അവർ എഴുതി സൂക്ഷിച്ചിരിക്കുന്ന പുസ്തകത്തിലെ ജൈവ വൈവിധ്യ രജിസ്റ്ററിനകത്തുള്ള ജീവികൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ചുമതല കൂടി അവർക്ക് അത് വരണം. എന്നാലേ ജൈവ വൈവിധ്യ പരിപാലന കമ്മിറ്റികൾ ഒന്നുകൂടി ശക്തമായി ഇടപെട്ടാൽ മാത്രമാണ് നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു നിയന്ത്രണം കൊണ്ട് ഒരുപക്ഷെ ഊത്തപിടുത്തം പോലുള്ള വിനാശകരമായ പ്രതിഭാസങ്ങളെ നമുക്ക് ഒരുപക്ഷെ ജൈവ വൈവിധ്യ പരിപാലന കമ്മിറ്റികൾക്ക് കൂടുതൽ ശക്തമായി കരുത്തോടെ നിയന്ത്രിക്കാനാവും. അത്തരത്തിലുള്ള ഇടപെടൽ എനിക്ക് അത്യാവശ്യമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് ഊത്തപിടുത്തമാണ് അല്ലെങ്കിൽ ഊത്തയിളത്തിനുള്ള പ്രജനന കാലത്തെ മത്സ്യബന്ധനമാണ് ഏറ്റവും വലിയ ഭീഷണി എന്നാണ്. പക്ഷെ എനിക്കിപ്പോൾ ഒന്നുകൂടി മനസ്സിലായി, അതിനെ രണ്ടാമതാക്കിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രജനന കാലത്താണ് ഈ കൂട്ടമരണം നടക്കുന്നത്. ഈ കൂട്ടത്തോടെ ചത്തുപോയ മത്സ്യങ്ങളെല്ലാം പിടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് അണ്ടങ്ങൾ കാണാം. ചുട്ടു ചാമ്പലാക്കിയത് വംശം നിലനിർത്താനുള്ള ജീവികളെയാണ്. 1995 ഞാൻ ആദ്യമായി 94 ഞാൻ ആദ്യമായി മത്സ്യമരണം കാണുന്നത്. അത് ചാലിയാർ പുഴയുടെ ഒരു കൈവഴിയായ ചളിക്കലിലാണ്. 94 ചളിക്കലിൽ നടന്ന മത്സ്യമരണത്തിന്റെ കാരണം അവർ നഞ്ച് കലക്കിയതാണ്. മത്സ്യബന്ധനത്തിന് വേണ്ടി നഞ്ച് കലക്കിയതാണ്. 94 98 ഒക്കെ ചാലിയാറിന്റെ പല ഭാഗങ്ങളും അതിപ്പോഴും പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുവരെ നടന്ന മത്സ്യമരണങ്ങൾക്കൊന്നും തന്നെ നമ്മൾ നിയമപരമായ ശക്തമായ നടപടികൾ കൈക്കൊണ്ട ചരിത്രം ഇല്ല എന്നാണ് എൻ്റെ അറിവ്. കേരളത്തിലെ മത്സ്യമരണങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ അവയെല്ലാം ഭൂരിഭാഗവും നടന്നിട്ടുള്ളത് മെയ് മാസം അവസാനവും ജൂൺ മാസം ആദ്യവാരത്തിനുള്ളിലാണ്. എന്ന് വെച്ചാൽ പ്രജനനത്തിന് തയ്യാറെടുക്കുന്ന മത്സ്യങ്ങളെയാണ് നമ്മൾ കൂട്ടിക്കൊല്ലുന്നതെന്നർത്ഥം.